നമുക്ക് ഇന്ന് ഫ്രഷ് ലൈം ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ മിക്സി എടുക്കുക. 2.5 സ്പൂണ് പഞ്ചസാര, അതാ ഈ സ്പൂണിന് 2.5 സ്പൂണ് പഞ്ചസാര ഇട്ടു. അത്യാവശ്യം ഒരു വലിയ കപ്പ്, ഈ ഒരു വലിയ കപ്പിന് സാധാരണ നമ്മൾ ചായയുടെ കപ്പാണെങ്കിൽ ഒരു 2 കപ്പ് വെള്ളം കൊള്ളും ഇതിൽ. അപ്പോൾ ഈ ഒരു കപ്പിനാണ് ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പറയും ഈ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ എന്തോ പഠിക്കാനിരിക്കുന്നു എന്ന് ആൾക്കാർ ചിന്തിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞത് ഫ്രഷ് ലൈമാണ്. നമ്മൾ തൊലിയോട് കൂടി ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം ഇതുപോലെ പഞ്ചസാര ഇട്ടിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഇതിൽ ലൈം ഇടാൻ പാടില്ല. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ പഞ്ചസാര അലിയിപ്പിച്ചെടുക്കണം. പഞ്ചസാര മാത്രം ഇട്ടിട്ട് മിക്സി അടിക്കണം. ആദ്യം ഈ 3/4 കപ്പ് വെള്ളമാണ് അതിൽ ഒഴിക്കുന്നത്. ഇപ്പോൾ ഇത് പഞ്ചസാര മാത്രം നമ്മൾ ഷേക്ക് ചെയ്തതാണ്. പഞ്ചസാര മാത്രം ഇട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഫ്രഷ് ലൈമിന് ഇതുപോലെ പച്ച ചെറുനാരങ്ങയാണ് നല്ലത്. വാടി ഉണങ്ങിയ ചെറുനാരങ്ങയൊന്നും ഫ്രഷ് ലൈം ജ്യൂസ് അടിക്കാൻ കൊള്ളില്ല. ചെറിയ ചെറുനാരങ്ങ ആയതുകൊണ്ട് ആ ഒരു കപ്പ് വെള്ളത്തിലേക്ക് വേണമെങ്കിൽ ഞാൻ 2 ഉപയോഗിക്കുന്നുണ്ട്. ഒരു 1.5 ചെറുനാരങ്ങ ഉപയോഗിച്ചാലും മതി. വലിയ ചെറുനാരങ്ങയാണെങ്കിൽ നമുക്കൊരു 3/4 ചെറുനാരങ്ങ മതിയാകും. ഇത് ചെറുതായതുകൊണ്ട് ആദ്യം ഇതുപോലെ നുറുക്കിയിട്ട് അതിലെ കുരുവൊക്കെ എടുത്ത് കളയണം നമ്മൾ. ഇതുപോലെ നമ്മൾ കുരു എടുത്ത് മാറ്റണം. എന്നിട്ട് നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടിൽ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഈ കുരു ഇതിൽ മുറിയാത്ത നുറുങ്ങിപ്പോകാത്ത കുരു നിങ്ങൾ കുഴിച്ചിട്ടാൽ മുളയ്ക്കും. എൻ്റെ പെങ്ങളുടെ വീട്ടിൽ അവൾ ഇതുപോലെ കുരു എടുത്തിട്ട് അവിടെ ചെറുനാരങ്ങ തൈ വലുതായിട്ട് നിൽക്കുന്ന ഞാൻ കണ്ടിരുന്നു. അവളെന്നോട് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഇതുപോലെ ചെറുതാക്കി നുറുക്കിയ ഈ ചെറുനാരങ്ങ ഇത് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ഇതിപ്പം പഞ്ചസാര മാത്രം ഇട്ടിട്ട് അടിച്ചതാണ്. അതൊരു വെള്ള നിറമാവും, ഒരു പാല് പോലെ, ഒരു പാലും വെള്ളം പോലത്തെ നിറമാവും. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ആ ചെറുനാരങ്ങ ഇടുന്നത്. ഇപ്പം നമ്മൾ ചെറുനാരങ്ങ എല്ലാം അതിലേക്ക് ഇട്ടു. ഇനി ഇത് നമ്മൾ ശരിക്ക് 2 പ്രാവശ്യം ഷേക്ക് ചെയ്യണം. നമ്മൾ മിക്സി ജാറ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഓണാക്കിയിട്ട് അടിക്കാൻ പാടില്ലല്ലോ. ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ ഓഫാക്കി, അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ വർക്ക് ചെയ്തിട്ട് ഓഫാക്കി പിന്നെ വേണ്ട, അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഇത് അടിച്ചു, ജ്യൂസായി. ഇനിയിപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കപ്പിന് മുഴുവൻ ഗ്ലാസ് വെള്ളമായി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നാരങ്ങ വളരെ കുറവും, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം നാരങ്ങയും വലിയ 1-2 കപ്പ് വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ആ ഒരു ലൈം ജ്യൂസിന് രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഷേക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിപ്പ വെച്ചിട്ട് സ്ട്രെയിനറിലേക്ക് ഒഴിക്കും. അപ്പോൾ തന്നെ നമ്മൾ അരിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ വെള്ളം എടുക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുക്കേണ്ടത്. ഏറ്റവും ശുദ്ധമായ വെള്ളം തന്നെ എടുക്കാവുള്ളൂ. ഇനിയിപ്പോൾ എത്ര ശുദ്ധമാണെങ്കിലും നമ്മൾ ഫിൽറ്റർ ചെയ്തതോ അല്ലാത്ത നല്ല കിണറുകളിലൊക്കെ നല്ല വെള്ളമോ മിനറൽ വാട്ടറോ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ശുദ്ധമായ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ